ഈ പേളിമാണിയുടെ മദറിനിലോ ഉണ്ടല്ലോ, പുള്ളിക്കാരത്തിക്ക് സ്നേഹത്തോടെ വച്ച് വിളമ്പുന്ന കറിയാന്നേ ഇത്. കൂടാതെ ആ അമ്മ ഒരു കാര്യം കൂടി പറയുന്നുണ്ട്, എന്റെ മകന് പിടിച്ച കൂട്ടാനാണെന്ന്. ഞാൻ നോക്കിയപ്പോ നമ്മൾ ഉണ്ടാക്കുന്ന പോലെ അല്ലാടോ. അങ്ങനെയൊക്കെ ആകുമ്പോ ഒന്നുണ്ടാക്കി നോക്കിയില്ലെങ്കിൽ എങ്ങനെ? അപ്പൊ വെളിച്ചെണ്ണയിലേക്ക് കുറച്ച് ഇഞ്ചിയും പച്ചമുളകും ചെറിയുള്ളിയും കറിവേപ്പിലയിട്ട് നന്നായിട്ട് അങ്ങോട്ട് വഴന്നു വരുമ്പോ മഞ്ഞൾപ്പൊടി, മല്ലിപ്പൊടി, കാശ്മീരി മുളക് പൊടി ഇത്രയിട്ട് പച്ചമണം മാറുമ്പോൾ ഒരു തക്കാളി ചെറുതായി അരിഞ്ഞത് ഇട്ട് മിക്സ് ആക്കിയിട്ട് അതിന്റെ ഇടയിൽ കുറച്ച് മാത്രം ഉലുവ പൊടിച്ചതൊക്കെ ഇട്ട് പുളി ചേർത്ത് കൊടുക്കാം. അപ്പൊ ഞാനിവിടെ കുടംപുളിയാണ് ചേർത്ത് കൊടുക്കുന്നത്. എന്നിട്ട് അതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പൊക്കെ ഇട്ട് ഈ തക്കാളി വേവുന്നത് വരെ ഒരു 2-3 മിനിറ്റ് ഒന്നങ്ങ് അടച്ചു വെച്ച് വേവിച്ചിട്ട് നല്ല കട്ടി തേങ്ങാപ്പാലാണ് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നത്. എന്നിട്ട് അതൊന്ന് തിളയ്ക്കുന്ന സമയത്ത് ഉപ്പും മഞ്ഞളും എരിവുള്ള മുളക് പൊടിയും അതുപോലെ കുറച്ച് കുരുമുളക് പൊടി ഇട്ട് മാരിനേറ്റ് ചെയ്ത് വെച്ചാർന്ന അയല ഇട്ട് കൊടുത്ത് പയ്യനെ ഒന്നങ്ങ് മിക്സ് ആക്കിയിട്ട് ഒന്നങ്ങ് അടച്ചു വെച്ച് വേവിക്കാം. ഒരു 10 മിനിറ്റ് കൊണ്ട് തന്നെ നെയ്യൊക്കെ തിരിഞ്ഞ് കറി റെഡിയാകും കേട്ടോ. അപ്പോൾ ഈ ഒരു രീതിയിൽ കറി വെക്കാറുള്ളവർ എന്തായാലും പെട്ടെന്നൊന്ന് വന്ന് കമന്റ് ചെയ്തോളി.